പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. ഇന്ന് ചിന്തിക്കേണ്ടത് ഹനുമാൻ രാവണന് നൽകിയ സന്ദേശത്തെക്കുറിച്ചാണ്. സീതാദേവിയെ കണ്ടെത്തുന്നു, മുദ്രമോതിരം കൈമാറുന്നു. സീതാദേവിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളെയും ഒരു യഥാർത്ഥ ദൂതൻ എന്ന രീതിയിൽ ചോദിച്ചറിയുന്നു. ദേവിയോട് പറയുന്നു, എൻ്റെ ചുമലിൽ കയറൂ, ഞാൻ അതിവേഗം ശ്രീരാമനരികിലെത്തിക്കാം. ഈ സമയത്ത് ദേവി പറയുന്ന ഒരു മറുപടിയാണ് ഭാരതീയ അഭിമാന സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായ വാക്ക്. എൻ്റെ ഭർത്താവ് കടൽ കടന്ന് ഇവിടെ വന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയ രാവണനെയും അവൻ്റെ കുലത്തെയും നിഗ്രഹിച്ചിട്ട് എന്നെ വീണ്ടെടുക്കണം. വീരോചിതമായ വീണ്ടെടുപ്പാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ കിട്ടിയ ഒരവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നല്ല. മറിച്ച് നാളെ മറ്റൊരു സ്ത്രീക്ക് ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ദുഷ്ടൻ ജീവിച്ചിരുന്നു കൂടാ. രാക്ഷസികൾക്ക് നടുവിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്തും അഭിമാനബോധവും ധർമ്മബോധവും എത്ര ആഴത്തിൽ സീതാദേവിയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണിത്. അതിനുശേഷം ഈ ദുഷ്ട രാക്ഷസനായ രാവണന് അവൻ്റെ ഈ ഒരു രാജധാനിക്കും ലങ്കയ്ക്കും ഒരു വലിയ മുന്നറിയിപ്പ് കൊടുക്കണം. ആരുടെ ഭാര്യയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നതിൻ്റെ ഒരു സൂചന. അങ്ങനെ ഹനുമാൻ അശോകവനിയിൽ കടന്ന് അത് മുച്ചൂടും നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ സാക്ഷാൽ അക്ഷയകുമാരൻ രാവണന്റെ പുത്രൻ വന്നു. രാവണന്റെ പുത്രനെ നിഗ്രഹിക്കുകയാണ് ഹനുമാൻ ചെയ്യുന്നത്. ആദ്യത്തെ പ്രഹരം വളരെ വലുതായിരുന്നു. രാവണന് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ പുത്രന്മാരിൽ ഒരാളായ അക്ഷയകുമാരനെ നിഗ്രഹിച്ചു. തുടർന്ന് സാക്ഷാൽ ഇന്ദ്രജിത്ത്, മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന് പേര് വന്നത് ഇന്ദ്രനെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ്. മേഘനാഥൻ വരുന്നു, ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഹനുമാനെ പിടിച്ചുകെട്ടി രാവണ സദസ്സിൽ ഹാജരാക്കുന്നു. അവിടെ നിഷ്കളങ്കനായ ഒരു കുരങ്ങനെ പോലെ ഹനുമാൻ പെരുമാറുന്നു. ആരാണെന്ന് ചോദിക്കുന്നു. ശ്രീരാമന്റെ ദൂതനാണ് എന്ന് പറയുന്നു. ഒരു പോൺവഴിയും പറഞ്ഞു കൊടുക്കുകയാണ് ഹനുമാൻ. സീതാദേവിയെ ശ്രീരാമന്റെ മുന്നിൽ ഏൽപ്പിച്ച് ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ജീവനെങ്കിലും തിരിച്ച് ലഭിക്കും. ഇങ്ങനെ ഒരു ഔദാര്യത്തെക്കുറിച്ചുകൂടി ഉഗ്രപ്രതാപശാലിയായ രാവണനെ അവന്റെ സദസ്സിൽ ചെന്ന് ഓർമ്മിപ്പിക്കുവാൻ മാത്രം ധീരനായിരുന്നു ഹനുമാൻ. തുടർന്ന് ഹനുമാന്റെ വാലിൽ തുടി ചുറ്റി തീ കൊടുക്കുന്നു. ഹനുമാൻ തൻ്റെ ബന്ധങ്ങളെല്ലാം പൊട്ടിച്ചതിനു ശേഷം ലങ്കയുടെ നല്ലൊരു ശതമാനം പ്രദേശങ്ങളിൽ തീ പടർത്തുന്നു. തുടർന്ന് ലങ്കയിൽ നിന്ന് തിരിച്ച് കടൽ കടന്ന് ഈ ഇങ്ങേ ഭാഗത്തേക്ക് പോരുന്നു. ഇവിടെ ഹനുമാൻ ഒരു ദൂതനായിട്ട് ചെന്നു. ഭാരതീയ ധർമ്മത്തിലും ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ദൂതൻ എന്ന് പറയുന്ന ഒരു സംവിധാനം അതെല്ലാ കാലത്തും ഉണ്ട്. ദൂതനെ കൊന്നവര് രണ്ടുപേരാണ്. ഒന്ന് രാവണൻ തന്നെ. രണ്ടാമത്തേത് ദൂതനെ അപമാനിച്ചവർ കൗരവന്മാർ. അവർ ദൂതുമായിട്ട് വന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പിടിച്ചു കെട്ടുവാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് വംശത്തെയും മുച്ചൂടും നശിച്ചു പോയിട്ടുണ്ട്. ദൂതുമായിട്ട് ചെല്ലുന്ന ഹനുമാൻ തൻ്റെ ക്ഷാത്രവീര്യത്തെയും തൻ്റെ രാമന്റെ സന്ദേശത്തെയും രാമന്റെ ശക്തിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുവാൻ അവിടെ ചെയ്തത് ഒരുപാട് വലിയ നാശനഷ്ടങ്ങളായിരുന്നു. അക്ഷയകുമാരൻ സ്വന്തം മകനെ കൊന്നുകൊണ്ട് തന്നെ കേവലം ഒരു ദൂതന്റെ കരുത്ത് ഇങ്ങനെയായിരിക്കുമെങ്കിൽ എത്രയായിരിക്കും രാമന്റെ കരുത്ത് എന്ന് ബോധിപ്പിക്കുവാൻ കൃത്യമായ സന്ദേശത്തെയാണ് അവിടെ ഹനുമാൻ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതിനെന്താണ് പ്രസക്തി? അടയാളപ്പെടുത്തുക എന്ന് പറയും. നാം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും ഒരു അടയാളം രേഖപ്പെടുത്തി വേണം മരിച്ചു പോകാൻ.
ഇപ്പം നമ്മളോട് ചോദിക്കുന്നു, നിങ്ങളുടെ പേര്, നമ്മൾ പേര് പറയുന്നു. അച്ഛൻ്റെ പേര് പറയുന്നു. അച്ഛൻ്റെ പേര് അതും നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് എത്ര പേർക്കറിയാമെന്ന് ചോദിച്ചാൽ ഒരു 99% ആളുകൾക്കും മുതുമുത്തച്ഛൻ്റെ പേരറിയില്ല. നമുക്ക് ശരീരം നൽകിയ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ പേര് പോലും നമുക്കറിയില്ല എങ്കിൽ ശങ്കരൻ്റെ ബുദ്ധൻ്റെ പേര് നമുക്കറിയാം. ശങ്കരനും ബുദ്ധനും നമ്മുടെ കുടുംബക്കാരനായതുകൊണ്ടാണോ? അല്ല. അവർ ജീവിച്ചിരുന്നു എന്നത് അടയാളപ്പെടുത്തിയിട്ടാണ് മരിച്ചു പോകുന്നത്. മനുഷ്യജന്മത്തിൽ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു എത്ര വർഷം എന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ എത്ര വർഷം ജീവിച്ചാലും ഇന്നേ ഒരാൾ ഇത്ര വർഷം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കണം. മരങ്ങൾ പോലും അങ്ങനെയാണ്. ഇപ്പോൾ പഴയ കാലത്ത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു. കുറേ വർഷം കഴിഞ്ഞിട്ട് അതിന് ആൽമരം താഴേക്ക് വീണുപോയി. 50 വർഷം മുമ്പുള്ള ഒരാൾ അവിടെ വന്നു, ആൽമരം കാണാഞ്ഞിട്ട് ചോദിച്ചു, ഇവിടെ വന്നൊരു ആൽമരം ഉണ്ടായിരുന്നല്ലോ, എന്തു പറ്റിയെന്ന്. ഒരു മരം പോലും അതിൻ്റെ സാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവിടെയാണ് മനുഷ്യൻ അവൻ്റെ ഭൂമിയിലുള്ള സാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തണം. ഞാൻ ഇത്ര കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ലോകം ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിച്ചിട്ട് പോകണം. ഇവിടെ ഹനുമാൻ കേവലം ഒരു ദൂതുമായി ചെന്നു, പക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അവിടെ നൽകിയത്. ഇവിടെ നിന്ന്, ഹനുമാനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും എന്തെങ്കിലും ഒരു സന്ദേശത്തെ അവശേഷിപ്പിക്കുക. നമുക്ക് ശേഷവും അത് മറ്റുള്ളവർ സംസാരിക്കുന്ന മാതൃകാപരമായതായിരിക്കണം. ദുഷ്ടന്മാരോട് പെരുമാറുമ്പോൾ അവർക്കൊരിക്കലും പത്തി വിടർത്തുവാൻ കഴിയാത്ത ഒന്നവർക്ക് കൊടുക്കണം. ഉദാഹരണത്തിന് നമ്മുടെ ഭാരതം പാകിസ്ഥാനിൽ കയറി അടിച്ചിരുന്നു നമ്മുടെ ജവാന്മാരെ തല്ലിയപ്പോൾ. അവർ കരുതി നമ്മൾ കരയുദ്ധമാണ് നടത്തുക എന്നത്. പക്ഷേ വ്യോമസേനയുടെ അറ്റാക്കിൽ 300-ൽ പരം ഭീകരന്മാർ കൊല്ലപ്പെട്ടു. അതായത് ഇതൊരു സന്ദേശമായിരുന്നു. ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്നിട്ട് ഞങ്ങളെ നിങ്ങൾ കൊന്നാൽ നിങ്ങളുടെ മണ്ണിലേക്ക് വിമാനം പറത്തി വന്നിട്ട് ഞങ്ങൾ ബോംബിട്ട് നിങ്ങളെ കൊല്ലും. ദുഷ്ടന്മാരോട് ഷഡന്മാരോട് ഷാഢ്യത്തിന്റെ സന്ദേശവും സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങളോട് പറ്റുന്ന നന്മയുടെ സന്ദേശത്തെയും പ്രദാനം ചെയ്യുക എന്നത് ഹനുമാൻ നമുക്ക് നൽകുന്ന പാഠമാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.